ഹമാസിന് വീണ്ടും തിരിച്ചടി ഉണ്ടായിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. കാരണം ഹമാസിന്റെ നേതാവിനെ വധിച്ചു, പിന്നെ അവരുടെ ആയുധപ്പുരയെ ഇല്ലാതെയാക്കി എന്നുള്ളത്. ഇനിയിപ്പോ എന്ത് വെച്ചിട്ടാണ് ഇവർ പോരാടും പോകുന്നത്? അതായത് ഹമാസിനെ തീർത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഹമാസിന്റെ ഒരു നേതാവല്ല, നാസർ മൂസ എന്ന് പറയുന്നവർ ഇന്റലിജൻസ് വിങ്ങിന്റെ പ്രധാനിയായിരുന്നു എന്നുള്ളതാണ്. അവരുടെ നമുക്കറിയാമല്ലോ, ഓരോരോ യഹ്യ സിൻവർ അടക്കമുള്ള അവരുടെ ഓരോരോ നേതാക്കളെയായി തീർത്തു വരികയായിരുന്നു മൊസാദും ഇസ്രയേലും ചേർന്നിട്ട്. അങ്ങനെ അന്ത്യം കുറിക്കുക എന്നുള്ള അവസാന യുദ്ധം, അതായത് ഗാസ ഇനി വേണ്ട, ഗാസയിലെ തീവ്രവാദ പ്രവർത്തനങ്ങൾ വേണ്ട, ഇനി ആരെയും ബന്ദിയാക്കി വിലപേശുന്ന പരിപാടി വേണ്ട, ഇനി ആൾക്കാരുടെ മേൽ, ആഘോഷങ്ങൾക്ക് മേൽ കടന്നു കയറുന്ന തീവ്രവാദ ആക്രമണങ്ങൾ വേണ്ട, ഈ പറയുന്ന ഹൂറിമാരെ സ്വപ്നം കണ്ടുകൊണ്ടുവരുന്ന മനുഷ്യ ബോംബുകൾ വേണ്ട, ഇത്തരത്തിലുള്ളൊരു നിലപാട് ഇസ്രയേൽ എടുത്തതിൻ്റെ ഭാഗമാണ് ഈ പറയുന്ന നാസർ മൂസ എന്ന് പറയുന്ന തീവ്രവാദിയുടെ തല ചിന്നിച്ചിതറിച്ചുകൊണ്ടുള്ള ഒരു സ്ഫോടനം നടത്തി മൊസാദ് കടന്നു വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് തെക്കൻ ഗാസ മുനമ്പിലെ ഖാൻ യൂനിസിലെ ആയുധ സംഭരണശാല. അത് പൂർണ്ണമായും തകർത്തിരിക്കുന്നു. അവിടെ ഇനി ഹമാസിന് അതിജീവനത്തിൻ്റെ ഒരു ശേഷിയും ബാക്കിയില്ല എന്നുള്ളതാണ്. വ്യോമാക്രമണത്തിലാണ്. ആ വ്യോമാക്രമണത്തിൻ്റെ ദൃശ്യമൊക്കെ തന്നെ IDF ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് പുറത്തുവിട്ടിട്ടുണ്ട്. കൃത്യമായ പ്രിസിഷൻ സ്ട്രൈക്കിലൂടെ ആ കേന്ദ്രങ്ങളെ തകർത്ത് തരിപ്പണമാക്കുക എന്നുള്ളതാണ്. ഒരു തീവ്രവാദിയും ഇനി ഇവിടെ അതിജീവിക്കേണ്ട എന്നുള്ള നിലപാട്, ശക്തമായ സന്ദേശം മൊസാദ്, ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് ഇതെല്ലാം കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഗാസ സിറ്റിയുടെ നിയന്ത്രണം ഏറ്റെടുക്കാനുള്ള പദ്ധതിയുടെ അംഗീകാരം, അന്തിമമായിട്ടുള്ള അംഗീകാരം മന്ത്രിസഭ നൽകിയതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ ആക്രമണം എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഹമാസ് റോക്കറ്റുകൾ സൂക്ഷിക്കാൻ ഉപയോഗിച്ചിരുന്ന ഖാൻ യൂനിസിലെ കെട്ടിടമാണ്. സാധാരണഗതിയിൽ ഹമാസ് ആയുധങ്ങൾ സൂക്ഷിക്കുന്ന ഒന്നുകിൽ സ്കൂളുകൾക്കടിയിൽ അല്ലെങ്കിൽ ആശുപത്രികൾക്കടിയിൽ, ഇത്തരം സ്ഥലങ്ങളിലാണല്ലോ അവർ. എന്നിട്ട് ഞങ്ങളെ കൊല്ലുന്നതെന്ന് നിലവിളിക്കുകയും ചെയ്യും. അപ്പോൾ ഈ പറയുന്ന ഹമാസിൻ്റെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ തകർത്തെറിയുന്ന ഒരു നീക്കമാണ് IDF നടത്തിയിരിക്കുന്നത് എന്നുള്ള. 2025 മെയ് മാസത്തിൽ കൊല്ലപ്പെട്ട റഫ ബ്രിഗേഡിൻ്റെ കമാൻഡറായിരുന്ന മുഹമ്മദ് ഷബാനയുടെ അടുത്ത അനുയായിയായിരുന്നു ഈ നാസർ മൂസ എന്ന് പറയുന്ന ആൾ. ബ്രിഗേഡിലെ രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ മേധാവിയായിരുന്നു എന്നുള്ളതാണ്. താൽക്കാലികമായി ഇവർ ചില മേഖലകൾ കേന്ദ്രീകരിച്ച് ചില ആയുധ കടത്തുകളൊക്കെ നടത്തുന്നുണ്ട്. പ്രധാനമായിട്ടും നമുക്കറിയാം, ഈജിപ്തിൽ നിന്ന് ഈ കുട്ടികൾക്കുള്ള ഭക്ഷണങ്ങളൊക്കെ ടിന്നിലടച്ച് ഈ സമുദ്രത്തിലൂടെ ഒഴുക്കി വിടുക, ഇത് ഗാസയിൽ ചെല്ലും, അവിടുത്തെ ആൾക്കാർക്ക് കിട്ടുമെന്നുള്ളത്. സാധാരണഗതിയിൽ അങ്ങനെയൊക്കെ ചെയ്യുന്നതായിട്ട് ഫോട്ടോഗ്രാഫ് എടുക്കാൻ വേണ്ടിയിട്ടും ഈ പറയുന്ന മാധ്യമങ്ങൾക്ക് വാർത്ത കൊടുക്കാനും ഒക്കെ ചെയ്യും. പക്ഷേ ഈ കടലുകൾ വഴി ഈജിപ്തിൽ നിന്നും മറ്റ് അറബ് രാജ്യങ്ങളിൽ നിന്നും എത്തുന്നത് കുട്ടികൾക്കുള്ള ഭക്ഷണ സാധനങ്ങളല്ല, മറിച്ച് ആയുധങ്ങളാണ് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ടറിയാം. ഈ മേഖലകളിൽ ഇത്തരത്തിലുള്ള ആയുധങ്ങൾ എത്തിച്ച് ഇസ്രായേൽ ജനതയ്ക്ക് നേരെ, സ്വാഭാവികമായി അവിടെ ജീവിക്കുന്ന മനുഷ്യർക്ക് നേരെ നടത്തുന്ന നിരന്തരമായ വംശീയ ആക്രമണമാണ് ഹമാസ് നടത്തിക്കൊണ്ടിരുന്നത്. ഈ വംശീയ ആക്രമണത്തിനെ, ഈ ഉന്മൂലന സിദ്ധാന്തത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് ഇറക്കി പുറപ്പെട്ടത്. നമുക്കറിയാമല്ലോ, ഈ പറയുന്ന ഇറാനിൽ എന്തായിരുന്നു ചെയ്തിരുന്നത്? ഇറാനിൽ ഒരു പലസ്തീൻ സ്ക്വയർ ഉണ്ടാക്കി വെച്ചിരുന്നു ഈ പറയുന്ന ഹമാസും ഈ പറയുന്ന ഇറാനും ചേർന്നിട്ട്. അതിലൊരു ക്ലോക്കുണ്ട്. ആ ക്ലോക്കിലെ സൂചി ദിവസങ്ങളോളം ഇങ്ങനെ ഓടും. അതിനടിയിൽ ഒരു തീയതി എഴുതി കാണിക്കും. ഈ തീയതികളും ഓടിക്കൊണ്ടേയിരിക്കും. 2040 കഴിയുമ്പോൾ, 2040 എൻ്റെ ഓർമ്മ, 2040 ഈ ക്ലോക്ക് നിൽക്കും. അതിനടിയിൽ എഴുതി കാണിക്കുന്ന തീയതിയും നിൽക്കും. അതായത് 2040 ഇസ്രയേലിന് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസത്തിൽ ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യത്തിനെ ഇല്ലാതാക്കുക, ഡിസ്ട്രക്ഷൻ ഓഫ് ഇസ്രയേൽ, ഡിസ്ട്രക്ഷൻ ഓഫ് ജൂസ്, ഇതാണ് അവർ ഇതിനെ എഴുതി വെച്ചിരിക്കുന്നത്. അതായത് ജൂതന്മാരെ ഉന്മൂലനം ചെയ്ത് ഇസ്രയേലിനെ സർവനാശം വരുത്തി അവിടുത്തെ മുഴുവൻ ജനങ്ങളെയും വംശഹത്യ ചെയ്ത് ഇല്ലായ്മ ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി ഒരു പലസ്തീൻ സ്ക്വയർ ഒരുക്കി വെച്ചിരിക്കുകയാണ് ഈ പറയുന്ന തീവ്രവാദികൾ. മതം മാത്രം തലയ്ക്ക് പിടിച്ച് തലച്ചോറിൻ്റെ പ്രവർത്തനം മതം നോക്കി, പടിഞ്ഞാറ് നോക്കിയൊക്കെ ആരാധന ചെയ്യുമല്ലോ, അതുപോലെ പടിഞ്ഞാറേക്ക് നോക്കി ഈ പറയുന്ന മതം മാത്രം നിയന്ത്രിക്കുന്ന തലച്ചോറുള്ള ചില നികൃഷ്ട ജീവികളുടെ ജൽപ്പനങ്ങളായിരുന്നു ഈ പറയുന്ന ഈ പലസ്തീൻ സ്ക്വയർ എന്ന് പറഞ്ഞു വെച്ചിരിക്കുന്നത്. എന്നിട്ട് അവിടെ നാടകങ്ങളുടെ ഷൂട്ടിങ്ങാണ് നടക്കുന്നത് ഗാസ സിറ്റിയിൽ നിറയെ. നമുക്ക് ചെന്ന് കഴിഞ്ഞാൽ കാണാം, അവിടെ ഫേസ്ബുക്കിലൂടെ അതിൻ്റെ വീഡിയോകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അതായത് ഇവർ ചിത്രീകരിക്കുക, കുട്ടിയെ എടുത്ത് മടിയിൽ വെച്ചിട്ട് കുട്ടി മരിച്ചു, വ്യോമാക്രമണത്തിൽ കുട്ടി മരിച്ചു എന്ന് പറഞ്ഞാൽ കുട്ടി കുറച്ചു നേരം കഴിയുമ്പോൾ കാല് ചൊറിയും. കുട്ടിക്ക് അറിയില്ലല്ലോ ഷൂട്ടിങ്ങാണെന്ന്. കാല് ചൊറിഞ്ഞാൽ അവൻ ചൊറിയും. അപ്പൊ ഈ കുട്ടികളെ ഇത്തരത്തിൽ ആക്രമിച്ചു കൊലപ്പെടുത്തി എന്ന് പറഞ്ഞിട്ടുണ്ട്. മരണങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷെ ഇവർ ഇതിനെ വ്യാവസായികവൽക്കരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. എങ്ങനെയാണ് മരണങ്ങളും
ദുരിതങ്ങളുമൊക്കെ വ്യാവസായിക അടിസ്ഥാനത്തിൽ ആഗോളതലത്തിൽ കമ്പോളത്തിൽ എത്തിച്ച് വിറ്റ് കാശാക്കി അത് ആയുധമാക്കി ഒരു ജനതയെ ഉന്മൂലനം ചെയ്യാൻ ശ്രമിക്കുക. ഈ പറയുന്ന ഇസ്രയേലിലെ കുട്ടികൾക്ക് ആഹാരം കൊടുക്കേണ്ട, അവർക്ക് മരുന്ന് വാങ്ങി കൊടുക്കേണ്ട, അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കേണ്ട പണം എടുത്തിട്ടാണ് ഈ പറയുന്ന അയൺ ഡോമും ഈ പറയുന്ന ഡിഫൻസ് സിസ്റ്റവും എല്ലാം വാങ്ങിച്ചു വെച്ചിട്ട് ഓരോ മിസൈലിനും കോടികളാണ് ചിലവാകുന്നത്, ലക്ഷങ്ങളാണ് ചിലവാകുന്നത്. ആ തുക ഇസ്രയേലിലെ കുഞ്ഞുങ്ങൾക്ക് ആഹാരം വാങ്ങിക്കാനുള്ളതാണ്. ആ പണം എടുത്തിട്ടാണ് അവർ ചിലവഴിക്കുന്നത്. അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണത്. ഇനിയും ഞങ്ങൾക്ക് ഭരിക്കാൻ വയ്യ, ഇനിയും ഞങ്ങൾക്ക് ലോകമാകെ ചിതറി നടന്ന് ഓടി നടന്ന് വേട്ടയാടപ്പെടുന്ന ഒരു മൃഗയാ വിനോദത്തിന് ഇരയാകാൻ കഴിയില്ല എന്നുള്ള ജൂതൻ്റെ ആത്യന്തികമായിട്ടുള്ള നിലപാടാണ് ഇത്തരം തീരുമാനങ്ങളിലേക്ക് അവരെ കൊണ്ടെത്തിക്കുന്നത്. അവർ വെറുതെ അല്ല ഈ പറയുന്ന നാസർ മൂസ എന്ന് പറയുന്ന തീവ്രവാദിയുടെയൊക്കെ അടിച്ച് തെറിപ്പിച്ച് ഇല്ലായ്മ ചെയ്യുന്നതിന് കാരണമെന്ന് പറഞ്ഞാൽ അവരുടെ നിലനിൽപ്പിൻ്റെ യുദ്ധമായതുകൊണ്ടാണ്. കാരണം ഇവർക്കൊറ്റ പ്രത്യയശാസ്ത്രമേ ഉള്ളൂ. ഈ ചെന്ന് അര പൊട്ടിത്തെറിച്ച് ചെല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇരുമ്പ് ഷഡ്ഡിയിട്ട് പോകുന്ന തീവ്രവാദികൾക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, 72 ഹൂറികൾ അവിടെ ചെല്ലുമ്പോൾ വേണം എന്നുള്ളതാണ്. കാർട്ടൂൺ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവിടെ സ്വർഗത്തിൽ ചെന്നിട്ട് ചോദിക്കുക, അരപാത്രം പൊട്ടിപ്പോയി, ബാക്കിയെല്ലാം ഉണ്ട്, ഇങ്ങനെ അസ്ഥികൂടമായിട്ട് നിൽക്കുക. എന്നിട്ട് ചോദിക്കുകയാണ്, എവിടെ 72 ഹൂറി? നീ കേട്ടത് തെറ്റിപ്പോയതാണ്, 72 വയസ്സായ ഒരു ഹൂറിയേ ഇവിടെ ഉള്ളൂ, അല്ലാതെ 72 ഹൂറി ഇല്ലാതെ. അങ്ങനെ പരിഹസിക്കുന്ന വീഡിയോകളൊക്കെ ഈ പറയുന്ന കാർട്ടൂണുകളൊക്കെ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഇവർ ഈ മദ്യപ്പുഴയും ഹൂറിമാരെയും സ്വപ്നം കണ്ടിട്ട് അതിന് വേണ്ടിയിട്ട് പൊട്ടിത്തെറിക്കുന്നവരുടെ അവർക്ക് വേണ്ടിയിട്ട് ഇനി കളയാൻ ഞങ്ങളുടെ യുവാക്കളില്ല, ഞങ്ങളുടെ ജീവിതങ്ങളില്ല എന്നുള്ള ഇസ്രയേലിൻ്റെ പ്രഖ്യാപനമാണ് ഈ അവസാനത്തെ യുദ്ധം എന്ന് പറയുന്നത്. നമ്മൾ കണ്ടതാണ് 12 ഡേ വാർ എന്ന് പറഞ്ഞുകൊണ്ട് ട്രംപ് ഈ കൂട്ടിക്കൊടുത്തുകൊണ്ട് നടത്തിയ ഒരു യുദ്ധമുണ്ടല്ലോ ഇറാനുമായിട്ട് ചേർന്നിട്ട്. എന്നിട്ട് എന്തായി? ഇറാൻ പറയുന്നുണ്ട്, ഞങ്ങളുടെ ആയുധങ്ങൾക്കോ സ്റ്റോക്ക് പൈലുകൾക്കോ ഞങ്ങളുടെ ആണവ പോർമുനകൾക്കോ ഒന്നും സംഭവിച്ചിട്ടില്ല, ഞങ്ങൾ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഞങ്ങളുടെ കൈവശം തന്നെയുണ്ടെന്ന്. അന്നേ ഇസ്രയേൽ പറഞ്ഞിരുന്നു, ഇത് അവസാനിപ്പിക്കാതെ, ഈ പറയുന്ന പോർമുനകൾ ഇല്ലാതാക്കാതെ, ഈ പറയുന്ന പരീക്ഷണശാലകൾ ഇല്ലാതാക്കാതെ ലോകത്തിന് സമാധാനം ഉണ്ടാവില്ല എന്ന്. നമുക്കറിയാം, ഹിസ്ബുള്ള, ഹമാസ്, ഹൂത്തികൾ ഈ 3 തീവ്രവാദികൾക്കും എന്ന് ഇറാൻ ആണവായുധം ഉണ്ടാക്കി കഴിയുമോ അതേ ദിവസം ഈ പറയുന്ന തീവ്രവാദികളുടെ കയ്യിലും എത്തും. അവരുടെ കയ്യിൽ കിട്ടിയാൽ എന്താ ചെയ്യുക? ആദ്യം അടിക്കുക അമേരിക്കയിലേക്കായിരിക്കില്ല, ഹൂത്തികൾ ആദ്യം അടിക്കുക സൗദി അറേബ്യയുടെ ആരാംകോ എന്ന് പറയുന്ന അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണപ്പാടത്തിന് മേലെ ആയിരിക്കും. സൗദിയുടെ നട്ടൽ തകർക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. കാരണം അത് ഇറാൻ ഫണ്ട് ചെയ്യുന്നതാണ്. ഇറാന് ഏറ്റവും വലിയ പക അമേരിക്കയോടല്ല, ഇസ്രയേലിനോടല്ല, അതിനേക്കാളേറെ പകയുള്ളത് സുന്നികളോടാണ്. ഈ നമ്മുടെ ആരിഫ് ഹുസൈൻ പറയും എപ്പോഴും, അവസാനത്തെ 2 അറബ് വിശ്വാസികൾ ഇല്ലെങ്കിൽ ജിഹാദി വിശ്വാസികൾ അവസാനിച്ച് ഒരാൾ മാത്രമായി ലോകത്ത് വേറൊരു ജിഹാദി വിശ്വാസി ഇല്ല. അവൻ എന്ത് ചെയ്യുമെന്നറിയാമോ? അവൻ നഖം എങ്ങോട്ട് തിരിഞ്ഞു നിന്ന് വെട്ടണം എന്നുള്ള ആശയസംഘർഷം അവൻ്റെ മനസ്സിലുണ്ടായി. അവൻ സ്വയം കുത്തി മരിക്കുമെന്നാണ് പറയുന്നത്. അത്രയേറെയാണ് ഇവൻ തർക്കിച്ചു വരികയാണ്. ഇവൻ സുന്നിയാണോ ഷിയാണെങ്കിൽ ഷിയയിലേത്, അങ്ങനെ മൈന്യൂട്ടായി ഈ പറയുന്ന ശുദ്ധിവാദത്തിൻ്റെ അന്ത്യം എന്ന് പറയുന്നത് ആത്മഹത്യയാണ് എന്നുള്ളത് അറിയാൻ കഴിയും. അത് തന്നെയാണ് അറേബ്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ തീവ്രവാദത്തിൻ്റെ അതിൻ്റെ വിഷവിത്ത് തന്നെയാണ് ഹമാസ് എന്ന് പറയുന്നത്. ആ ഹമാസിൻ്റെ അന്ത്യം കുറിക്കാനുള്ള പോരാട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെയാണ് അവരുടെ ആയുധ സംഭരണശാലകൾ തകർക്കുന്നത്, അവരുടെ ഈ പറയുന്ന തീവ്രവാദി നേതാക്കളെ കൊല്ലുന്നത്. ഇത് ഇസ്രയേലിൻ്റെ നിലനിൽപ്പിൻ്റെ യുദ്ധമാണ്. അതുകൊണ്ടാണ് ഗാസ പിടിച്ചടക്കുന്നത് ശരിയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.